ഇന്ന് ഒരു കോഴി ഒരാൾ ഒരു നേരത്തേക്കാണ് കഴിക്കുന്നത്. കുഴിമന്തിയായിട്ട്, അൽഫാമായിട്ട്, ഷവർമയായിട്ട് കഴിക്കും. പറയുന്നത് ഞാനൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നിങ്ങൾ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ഇറച്ചി കഴിക്കണം, പക്ഷെ കഴിക്കേണ്ട രൂപത്തിലായിരിക്കണം എന്ന് മാത്രം, അമിതമാവാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നതാണ്. ഒരുപാട് ഗുണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ട് ആകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എപ്പോഴും പല്ല് തേക്കാൻ പറയും. അതായത് എപ്പോഴും ബ്രഷ് ഇങ്ങനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് നിർബന്ധമാക്കുന്നില്ല. അല്ലെങ്കിൽ എന്റെ സമുദായത്തിന് പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മിസ്വാക്ക് അത് നിത്യമാക്കാൻ, കൃത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം 5 നേരം നമ്മൾ ഉദു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ബ്രഷ് ചെയ്യുക ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തും കഫക്കെട്ടൊക്കെ മാറാൻ, അല്ലെ? കഫക്കെട്ട് കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. ചുമ കൊണ്ട്, ഈ വില്ലൻ ചുമ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചുമകളുണ്ട്. ഈ ചുമയൊക്കെ കുറയാനും ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ ബ്രഷ് ചെയ്യുക ഏറ്റവും നല്ലതാണ്. ഇനി ആറാമതായി പറയാനുള്ളത് വിശുദ്ധമായ ഖുർആൻ ഓതുക. മാനസികമായ പ്രയാസങ്ങൾ മാറാൻ, ടെൻഷനുകൾ മാറാൻ നിത്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതുക. ഏഴാമത്തെ കാര്യം, രാവിലത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക. അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണവും നേരത്തെ കഴിക്കുക. ചില ഡോക്ടർമാർ പറയുന്നത് 5 മണിക്ക് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ